ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ബ്രെഡ് വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനാദ്യം ചിക്കൻ്റെ മിക്സ് ഒന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു 3-4 കഷ്ണം ചിക്കൻ എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടും കൂടി ഉണ്ട്. അതാണ് ഞാനിപ്പോൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിരുന്നത്. വെളിച്ചെണ്ണയിലാണ് ഞാനിപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. നല്ലോണം ഫ്രൈ ആക്കി എടുക്കേണ്ട കാര്യമില്ല. കുറച്ചൊന്ന് ഓയിൽ ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു സവാളയാണ്. ഒരു മീഡിയം സൈസ് സവാള അതുപോലെ ചെറുതാക്കി നുറുക്കിയതാണ്. അതൊന്ന് മിക്സാക്കി എടുക്കുക. എല്ലാം ഒന്ന് മിക്സാക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നല്ലോണം ഒന്ന് വാടി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ആ എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി അതും ചെറുതാക്കി നുറുക്കിയത്, പിന്നെ 2 ചെറിയ പച്ചമുളക് ചെറുതാക്കി ഇതുപോലെ നുറുക്കിയതാണ്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് ക്യാരറ്റും കാബേജൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടിയിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നീളത്തിൽ അരിഞ്ഞ കാബേജാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ കഷ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നീളത്തിലൊന്ന് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്യാരറ്റ് അതൊരു ചെറിയ കഷ്ണമാണ്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പും കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. ഒപ്പം തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഞാൻ വേറൊരു ബൗളിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് കോഴിമുട്ട എടുക്കാവുന്നതാണ്. ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. ചിക്കനിലും പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കിയപ്പോഴൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ
റൗണ്ട് ഷേപ്പിൽ ഒന്ന് നടുഭാഗം ഒന്ന് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലൊരു അടപ്പ് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അമർത്തി കൊടുക്കുക. അപ്പോൾ ആ ഭാഗം ഒന്ന് വിട്ട് വന്നോളും, റൗണ്ട് ഷേപ്പായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഒരു ബ്രെഡ് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, ബാക്കി എല്ലാതും ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണ തന്നെയാണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് തൂവിയിട്ട് അതിലൊരു ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 3 ടീസ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ റൗണ്ട് ഷേപ്പിലെടുത്ത ബ്രെഡും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് 2 സൈഡൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നാൽ നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്, നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഇനി എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്